ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്ലീവ് കട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സിമ്പിൾ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുർത്തിയിൽ നിന്ന് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ആം ഹോളിൻ്റെ മെഷർമെൻറ്റാണ് ദേ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്കവിടെ തയ്ച്ച് പോയിട്ടുണ്ടല്ലോ ഷോൾഡറിൻ്റെ ഭാഗം, അപ്പോൾ ഒക്കെ കൂടി 9 ഇഞ്ചായി വരും. 8.75 9 ഇഞ്ച്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് പേപ്പർ ഇതുപോലെ രണ്ടായിട്ട്, ഇപ്പോൾ ഇത് ഒരു സ്ലീവിനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി നമ്മൾ എടുക്കണം, ഇതുപോലെ മടക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു സ്ലീവ് ഞാൻ ചെയ്യണല്ലോ ചാർട്ട് പേപ്പറിൽ, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുക. അപ്പോൾ ഇത് ചെറിയ സ്ലീവാണ്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ 1.5 ഇഞ്ച് ഞാൻ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് എനിക്ക് വരും മടക്കി തയ്ക്കാനുള്ളത്. നമ്മൾ സ്ലീവ് മടക്കി തയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഇട്ടു. അപ്പോൾ ഞാനൊരു 7 ഇഞ്ച് അവിടെ പോയിൻ്റ് ചെയ്യാം. എന്നിട്ട് ആ 7 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. നമുക്ക് ഇതിലൊക്കെയാണ് ഇനി ആം ഹോൾ റൗണ്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് കേട്ടോ. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിനുശേഷം കണ്ടോ, അപ്പോൾ നമ്മൾ ഇതിന് ശേഷം പറയുന്നത് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 8.5 പക്ഷേ ഇതിൽ 8 എടുത്താൽ മതി. നമുക്ക് ആ ഒരു ലൈനിൽ 8 എടുത്താൽ മതി. കാരണം നമ്മളിത് ഇനി ചെരിച്ച് വരയിട്ട് വരും. അപ്പോൾ നമുക്ക് 8.5 ആയിക്കോളും. ഇപ്പോൾ 8 ഇഞ്ച് എടുക്കുക. 8 ഇഞ്ച് എടുക്കുക. നമ്മൾ എത്രയാണോ കുർത്തിക്ക് നമ്മൾ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഞാൻ 2 ഇഞ്ചാണ് സീം അലവൻസ് കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ 2 ഇഞ്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് വരും. 8 ഇഞ്ച് ആം ഹോൾ റൗണ്ടും അതുപോലെ തന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂട്ടി 10 ഇഞ്ചാണ് വരിക കേട്ടോ. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു 8 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റാണ് ചെയ്യാൻ പോണത് കേട്ടോ. ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ വരുന്നത് ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചാണ് വരിക. ഓരോരുത്തർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ 3, പിന്നെ എക്സലിനൊക്കെ 4, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ്, അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് 3.5 എനിക്ക് വരിക. അതിനുശേഷം ഞാൻ എടുക്കാൻ പോണത് നമ്മുടെ ആ സ്ലീവിൻ്റെ ഓപ്പണിങ്, ആ ഒരു നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ ചെയ്യില്ലേ, കണ്ടില്ലേ ആ സ്ലീവിൻ്റെ. അപ്പോൾ അതെ, അവിടെ റൗണ്ട് വരുന്നത് എനിക്ക് 10. അപ്പോൾ അതിൻ്റെ 10ൻ്റെ പകുതി 5. കണ്ടോ, 5 കറക്റ്റ് ഫിറ്റിങ് എനിക്ക് വരിക. 5 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്താം കേട്ടോ. കണ്ടോ, 5 ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ക്യാപ്പ് ഹൈറ്റിലേക്ക്, ആ 5 ഇഞ്ചിൽ നിന്ന് ആ ക്യാപ്പ് ഹൈറ്റിൽ ആ 3.5യിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. അത് ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്കെയിൽ വെച്ച പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഞാനിപ്പോൾ അത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യണത് കണ്ടില്ല, ആ ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു 7 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ. അവിടെയാണ് നമ്മൾ ആ കർവ് വരയ്ക്കാൻ പോണത്. അപ്പോൾ അതിനാണ്. അപ്പോൾ ഞാൻ കണ്ടോ, ഞാൻ അളന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ 8.5 വരുന്നത് കണ്ടോ, ചെരിഞ്ഞ് വരുമ്പോൾ. അവിടെ 8 നമ്മൾ അടയാളപ്പെടുത്തിയത്, പക്ഷേ നമുക്കിവിടെ 8.5 വന്നത് കണ്ടോ. ഇങ്ങനെ ചെരിച്ച് വരുമ്പോൾ നമുക്ക് 8.5 വരും. ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 8.5 9 ഇഞ്ചായാലും കുഴപ്പമില്ല. അവിടെ തയ്ച്ച് പോകുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. കണ്ടോ, നമ്മളത് പകുതി എടുത്ത് വെച്ചു. ആ ലൈനിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ഞാൻ ആം ഹോൾ കർവ് വെച്ചിട്ടാണ്, ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് നമ്മളിതിൽ വരയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആം ഹോൾ കർവ് വയ്ക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ അറ്റത്തില്ലേ, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. അത് ഫ്രണ്ട് ആം ഹോളിൻ്റെ കുഴിച്ച് വരയ്ക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് കുഴിച്ച് വരയ്ക്കില്ലേ, അതാണിത്. കണ്ടോ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ നന്നായിട്ട് കുഴിച്ച് വരച്ചിട്ടില്ല, നമുക്ക് ഇത്തിരി കൂടി നന്നായിട്ടൊക്കെ വരയ്ക്കാം കുഴിച്ചിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലൈൻ വരയ്ക്കില്ലേ, അത് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരുന്നത് ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ ആ കുഴിച്ച് വെട്ടിയതാണ്. കുഴിച്ച് ഞാൻ ഉള്ളിലേക്ക് വരച്ചില്ലേ, അതാണ് ഫ്രണ്ട് ആം ഹോള്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ആ 3.5യുടെ പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് താഴേക്ക് കൊടുക്കുക, ചെരിച്ചൊരു ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ സ്ലീവ് ഓപ്പണിങ് 5 അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ്. നമ്മൾ 2 ഇഞ്ചാണല്ലോ എവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെരിഞ്ഞിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു ലൈൻ വരും.
ഇതുപോലെ ഒരു ലൈൻ വന്നു. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സീം അലവൻസ്. നമ്മൾ നേരത്തെ കൊടുത്ത ആ സീം അലവൻസ് കണക്ട് ചെയ്ത് പോകണുണ്ടോ, അതുപോലെ വരും. കണ്ടില്ലേ, ഇതാണ് ആ സീം അലവൻസ്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതുപോലെ. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ഇതിൽ ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രം, ഞാൻ ഈ കാണിച്ചു തരുന്ന വര ശ്രദ്ധിക്കുക. ഫ്രണ്ട് ആം ഹോൾ വെട്ടരുത്, ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രം നമ്മൾ വെട്ടുക, ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രമേ വെട്ടാൻ പാടുള്ളൂ, ഫ്രണ്ട് ആം ഹോളിൽ കൂടെ വെട്ടരുത്. കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ബാക്ക് ആം ഹോളിൽ കൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ആം ഹോള് നമ്മൾ നിർത്തണം, നമുക്ക് തുണിയിൽ കട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതുപോലെ നിർത്തുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ, അതാണ് വീണ്ടും കാണിച്ചത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇത് തുണിയിൽ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ തുണിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് പേപ്പർ എങ്ങനെ തുണിയിൽ വെച്ച് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ തുണി 2 പീസ് 2 സ്ലീവിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണിക്ക് ചീത്തപ്പുറമുണ്ട്, നല്ല പുറമുണ്ട്. അപ്പോൾ ഇത് ചീത്തപ്പുറമാണ് പുറത്ത് കിടക്കുന്നത്, ഉള്ളിലേക്കുള്ളതാണ് നല്ല പുറം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് നല്ല പുറം, ചീത്തപ്പുറം. ഇത് നല്ല പുറമാണ്. അപ്പോൾ ഒരു നല്ല പുറം വെച്ചു. അതിനുശേഷം അപ്പുറത്തെ തുണിയുടെയും നമ്മൾ ഇതുപോലെ നല്ല പുറമാണ് അതിൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് വയ്ക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ലീവ് കുഴിച്ചു വെട്ടുമ്പോൾ, ഫ്രണ്ട് സ്ലീവ് കുഴിച്ചു വെട്ടുമ്പോൾ ഫ്രണ്ടിലേക്ക് ആ കുഴിച്ച ഭാഗം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി ഇങ്ങനെ വെക്കണമെന്ന് പറയണത്. അപ്പോൾ തുണി മുഖത്തോട് മുഖമാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവിനെ എങ്ങനെയാണോ മടക്കിയെടുക്കുക അതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് തുണി വന്നിരിക്കുന്നത് കണ്ടില്ലേ, മുഖത്തോട് മുഖം നല്ല പുറമാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല പുറമാണ് ഇത്. നമുക്ക് കുർത്തിയിൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് അതിൻ്റെ കുഴിച്ച ഭാഗം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കണ്ടില്ലേ, ഈ നല്ല പുറം മുഖത്തോട് മുഖം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് സാധാരണ പോലെ നമ്മളത് വയ്ക്കുക, ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ചാർട്ട് പേപ്പർ എടുക്കുക. ആ ചാർട്ട് പേപ്പർ കറക്റ്റായിട്ട് ആ തുണിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതേ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചോക്ക് എടുത്തിട്ട് അതിൽ വരച്ചാൽ മതി. അതുപോലെ ബാക്ക് ആം ഹോളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ ഇതിൽ ചെയ്യണ പോലെ, ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ചെയ്യുക. കണ്ടോ, ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ബാക്ക് ആം ഹോളാണ് വരച്ചത്. ഇനി ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗം, ആ ചാർട്ട് പേപ്പറിലെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം കട്ട് ചെയ്യരുത്, ഒരു ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ആം ഹോളാണ് വെട്ടിയെടുത്തത്. അപ്പോൾ നമ്മളതിന് ആ തുണിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അത് നിർത്തിയിട്ട് ആ ഫ്രണ്ട് ആം ഹോളിൻ്റെ ആ ഭാഗം മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മളത് ചോക്ക് കൊണ്ട് ലൈൻ വരയ്ക്കുക. നമ്മൾ ആ കുഴിച്ച ഭാഗം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കുഴിച്ച ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, വെച്ച് വരച്ചെടുക്കുക. ഞാൻ വീണ്ടും അത് ഓർമ്മിപ്പിച്ചതാണ്. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു 2 ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. താഴെയുള്ള 2 ഭാഗം താഴേക്ക് തന്നെ വെക്കുക കേട്ടോ. കണ്ടോ, ആ മുകളിലെ 2 ഭാഗം, ആ വരച്ച 2 ഭാഗം മാത്രം എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് വയ്ക്കുക. കട്ട് ചെയ്ത് നമ്മൾ ആ വരച്ച ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ.
നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം താഴത്തെ 2 ഭാഗം എടുക്കരുത്, മുകളിലത്തെ 2 ഭാഗം മാത്രം എടുക്കുക. അങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വന്നേക്കണമെന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട് സ്ലീവ് ലെഫ്റ്റും റൈറ്റും എങ്ങനെ വന്നെന്ന് നമുക്കറിയാം. ലെഫ്റ്റ് ഹാൻഡും നോക്കാം. ഇതാ കണ്ടില്ലേ, ഈ സ്ലീവിൻ്റെ അതെ കുഴിച്ചു വെട്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നത് കണ്ടില്ലേ, കുഴിച്ചു വെട്ടിരിക്കുന്ന ഭാഗം കണ്ടോ. അതുപോലെ ഫ്രണ്ടിലോട്ട് ആ കുഴിച്ചു വെട്ടിരിക്കുന്ന ഭാഗം വന്നു. അതുപോലെ തന്നെ അടുത്ത സ്ലീവിലും ആ കുഴിച്ചു വെട്ടിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് വന്നില്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടി. അപ്പോൾ നമുക്കിത് കുർത്തിയിൽ അത് കറക്റ്റായിട്ട് തന്നെ വെക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ കൃത്യമായില്ലേ ഇത്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.